സക്സസ് ഫയലിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിലൂടെ നോക്കാൻ പോകുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട 100 സെലക്റ്റഡ് ക്വസ്റ്റ്യൻസ് ആണ്. മുഴുവൻ ക്വസ്റ്റ്യൻസും അറ്റൻഡ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യത്തെ ചോദ്യം, രാഷ്ട്രപതിക്ക് നിരസിക്കാനോ തിരിച്ചയക്കുവാനോ സാധിക്കാത്ത ബിൽ ഏതാണ്? രാഷ്ട്രപതിക്ക് നിരസിക്കാനോ തിരിച്ചയക്കുവാനോ സാധിക്കാത്ത ബില്ലാണ് ഭരണഘടനാ ഭേദഗതി ബിൽ. ഭരണഘടനാ ഭേദഗതി ബിൽ. ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിൽ അംഗമായ ആദ്യത്തെ മലയാളി ആരാണ്? ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിൽ അംഗമായ ആദ്യത്തെ മലയാളി അല്ലെങ്കിൽ ആദ്യത്തെ മലയാളി വനിത എന്നും ചോദിക്കാം. ഉത്തരം ഫാത്തിമ ബീവിയാണ്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിൽ അംഗമായ ആദ്യ മലയാളി അല്ലെങ്കിൽ ആദ്യ മലയാളി വനിത ഫാത്തിമ ബീവി. രാഷ്ട്രപതിയായി തെരഞ്ഞെടുക്കപ്പെടാൻ ആവശ്യമായ യോഗ്യതകളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ അനുച്ഛേദം ഏതാണ്? രാഷ്ട്രപതിയായിട്ട് തെരഞ്ഞെടുക്കപ്പെടാൻ ആവശ്യമായ യോഗ്യതകളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ അനുച്ഛേദമാണ് അനുച്ഛേദം 58. അനുച്ഛേദം 58 രാഷ്ട്രപതിയായി തെരഞ്ഞെടുക്കപ്പെടുവാൻ ആവശ്യമായ യോഗ്യതകളെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്. അനുച്ഛേദം 58. 1973 ഏത് സംഘടനയാണ് സൈലന്റ് വാലി സംരക്ഷണം ഏറ്റെടുത്ത് പ്രവർത്തിച്ചത്? 1973 ഏത് സംഘടനയാണ് സൈലന്റ് വാലി സംരക്ഷണം ഏറ്റെടുത്ത് പ്രവർത്തിച്ചത്? കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്താണ്. കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത്. ന്യൂട്ടന്റെ വർണ്ണപ്പമ്പരം വെളുപ്പ് നിറത്തിൽ കാണുന്നതിന് കാരണമായ പ്രതിഭാസം എന്താണ്? ന്യൂട്ടന്റെ വർണ്ണപ്പമ്പരം വെളുപ്പ് നിറത്തിൽ, ഏത് നിറത്തിലാണ്? വെളുപ്പ് നിറത്തിൽ കാണുന്നതിന് കാരണമായ പ്രതിഭാസം വീക്ഷണ സ്ഥിരതയാണ്. നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. ഇപ്പൊ വെള്ളച്ചാട്ടം നിശ്ചലമായിട്ട് കാണപ്പെടുന്നതിന് കാരണം എന്താണ്? വീക്ഷണ സ്ഥിരതയാണ്. വീക്ഷണ സ്ഥിരത. അടുത്ത ചോദ്യം, ഇന്ത്യൻ സാമൂഹിക വിപ്ലവത്തിന്റെ പിതാവ് എന്ന ധനഞ്ജയ് കീർ ആരെയാണ് വിശേഷിപ്പിച്ചത്? ഇന്ത്യൻ സാമൂഹിക വിപ്ലവത്തിന്റെ പിതാവ് എന്ന് ധനഞ്ജയ് കീർ ആരെയാണ് വിശേഷിപ്പിച്ചത്? ജ്യോതിബ ഫുലെയാണ്. അപ്പൊ ജ്യോതിബ ഫുലെയെ ഇന്ത്യൻ സാമൂഹിക വിപ്ലവത്തിന്റെ പിതാവ് എന്ന് വിശേഷിപ്പിച്ചത് ആര് എന്ന് ചോദിച്ചാൽ ആരാണ്? ധനഞ്ജയ് കീറാണ്. ഇന്ത്യൻ സാമൂഹിക വിപ്ലവത്തിന്റെ പിതാവ് ആര്? ജ്യോതിബ ഫുലെ. ജ്യോതിബ ഫുലെയെ അങ്ങനെ വിശേഷിപ്പിച്ചത് ധനഞ്ജയ് കീർ. അടുത്തത്, 1950 ജനുവരി 26 നിലവിൽ വന്ന ഇന്ത്യൻ ഭരണഘടനയുടെ പാർട്ട് ഡിയിൽ ഉണ്ടായിരുന്ന ഏക ഭരണ ഘടകം. 1950 ജനുവരി 26 നിലവിൽ വന്ന ഇന്ത്യൻ ഭരണഘടനയുടെ പാർട്ട് ഡിയിൽ ഉണ്ടായിരുന്ന ഏക ഭരണ ഘടകമാണ് ആൻഡമാൻ നിക്കോബാർ. ആൻഡമാൻ നിക്കോബാർ. ദേശീയ വനിതാ കമ്മീഷനിൽ അംഗമായ ആദ്യ പുരുഷൻ. ദേശീയ വനിതാ കമ്മീഷനിൽ അംഗമായ ആദ്യ പുരുഷ അംഗം ആര് എന്ന് ചോദിക്കാറുണ്ട്. അലോക് റാവത്താണ്. അലോക് റാവത്ത്. കേരള സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിലവിൽ വന്നതെന്നാണ്? ഏത് കമ്മീഷനാണ്? തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. കേരള സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിലവിൽ വന്നത് 1993 ഡിസംബർ 3 വർഷം 1993 ഡിസംബർ 3. ദേശീയ ജലപാത 1 അലഹബാദിനെ ഏത് സ്ഥലവുമായിട്ടാണ് ബന്ധിപ്പിക്കുന്നത്? ദേശീയ ജലപാത 1 അലഹബാദിനെ ഹാൽഡിയയുമായിട്ട് ബന്ധിപ്പിക്കുന്നു. അലഹബാദിനെ ഹാൽഡിയയുമായിട്ട് ബന്ധിപ്പിക്കുന്നു. ഇന്ത്യക്ക് ഒരു ഉപരാഷ്ട്രപതി ഉണ്ടായിരിക്കണമെന്ന് പ്രതിപാദിക്കുന്ന അനുച്ഛേദം ഏതാണ്? ഇന്ത്യക്ക് ഒരു ഉപരാഷ്ട്രപതി ഉണ്ടായിരിക്കണം എന്ന് പ്രതിപാദിക്കുന്ന അനുച്ഛേദം 63. അനുച്ഛേദം 63. മാന്ത്രികന്റെ കണ്ണ് എന്ന ചുഴലിക്കാറ്റ് മേഖല ദൃശ്യമായ ഗ്രഹം ഏതാണ്? മാന്ത്രികന്റെ കണ്ണ് എന്ന ചുഴലിക്കാറ്റ് മേഖല. മാന്ത്രികന്റെ കണ്ണ് എന്നതൊരു ചുഴലിക്കാറ്റ് മേഖലയാണ്.
അത് ദൃശ്യമായത് ഏത് ഗ്രഹത്തിലാണ്? നെപ്റ്റ്യൂണിലാണ്. നെപ്റ്റ്യൂൺ. ഭ്രൂണത്തെ ഗർഭാശയത്തിൽ നിലനിർത്താൻ സഹായകമായ ഹോർമോൺ. ഭ്രൂണത്തെ ഗർഭാശയത്തിൽ നിലനിർത്താൻ സഹായകമായ ഹോർമോൺ പ്രൊജസ്റ്ററോൺ ആണ്. ഹോർമോൺ ഏതാണ്? പ്രൊജസ്റ്ററോൺ. മതിലുകൾ എന്ന സിനിമയിൽ മമ്മൂട്ടി അഭിനയിച്ച വേഷം. സിനിമയുടെ പേര് മതിലുകൾ. മമ്മൂട്ടി അഭിനയിച്ച വേഷം വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെതാണ്. വൈക്കം മുഹമ്മദ് ബഷീർ. പ്രകാശം നേർരേഖയിലാണ് സഞ്ചരിക്കുന്നതെങ്കിലും പകൽ സമയത്ത് വീടിനകത്ത് പ്രകാശം ലഭിക്കുന്നതിന് കാരണമായ പ്രതിഭാസം. പ്രകാശം നേർരേഖയിലാണ് സഞ്ചരിക്കുന്നത് എങ്കിലും പകൽ സമയത്ത് വീടിനകത്ത് പ്രകാശം ലഭിക്കുന്നതിന് കാരണമായ പ്രതിഭാസം വിസരണമാണ്. വിസരണം. 1825 സത്താറയിൽ ചിറ്റൂർ സിംഗിന്റെ നേതൃത്വത്തിൽ നടന്ന കലാപം ഏതാണ്? 1825 സത്താറയില് ചിറ്റൂർ സിംഗിന്റെ നേതൃത്വത്തിൽ നടന്ന കലാപമാണ് റമോസി കലാപം. റമോസി കലാപം. മനുഷ്യനിലെ സുഷുമ്ന നാഡികളുടെ എണ്ണം എത്ര ജോഡിയാണ്? മനുഷ്യനിലെ സുഷുമ്ന നാഡികളുടെ എണ്ണം 31 ജോഡിയാണ്. മനുഷ്യനിലെ ശിരോനാഡികളുടെ എണ്ണം എത്ര ജോഡിയാണ് എന്ന് കമന്റ് ചെയ്യുക. സുഷുമ്ന നാഡികളുടെ എണ്ണം എത്രയാണ്? 31 ജോഡി. അമൃതവാണി മാസിക ആരംഭിച്ചത്. അമൃതവാണി മാസിക ആരംഭിച്ചത് ആഗമാനന്ദ സ്വാമികളാണ്. മാസികയുടെ പേര് അമൃതവാണി മാസിക. ആരംഭിച്ചതാരാണ്? ആഗമാനന്ദ സ്വാമികൾ. ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിൽ അഗ്നികന്യ എന്ന അപരനാമത്തിൽ അറിയപ്പെട്ടത് ആരാണ്? ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിൽ അഗ്നികന്യ എന്ന അപരനാമത്തിൽ അറിയപ്പെട്ടത് ബീനാദാസ് ആണ്. ബീനാദാസ്. അഗ്നിപുത്രി എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഭാരതീയ വനിത. അഗ്നിപുത്രി ടെസി തോമസ് ആണ്. ടെസി തോമസ് ആണ് അഗ്നിപുത്രി എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഭാരതീയ വനിത. ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിൽ അഗ്നികന്യ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത് ബീനാദാസ്. അഗ്നിപുത്രി എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഭാരതീയ വനിത ടെസി തോമസ്. ഒരു ആറ്റത്തിലെ പ്രോട്ടോണുകളുടെ എണ്ണം എന്തിന് തുല്യമായിരിക്കും? ഒരു ആറ്റത്തിലെ പ്രോട്ടോണുകളുടെ എണ്ണം അറ്റോമിക നമ്പർ ആണ്. ഒരു ആറ്റത്തിലെ പ്രോട്ടോണുകളുടെ എണ്ണം അറ്റോമിക നമ്പർ. ശക്തിയേറിയ ദഹനരസങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന കോശാംഗം. ശക്തിയേറിയ ദഹനരസങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന കോശാംഗമാണ് ലൈസോസോം. കോശാംഗത്തിൻ്റെ പേര് ലൈസോസോം. ശക്തിയേറിയ ദഹനരസങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന കോശാംഗമാണ് ലൈസോസോം. കേരള സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ആസ്ഥാനം. കേരള സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ആസ്ഥാനം തിരുവനന്തപുരമാണ്. തിരുവനന്തപുരം. മനുഷ്യ ശരീരത്തിൽ എവിടെയാണ് ധുവപാളി കാണപ്പെടുന്നത്? മനുഷ്യ ശരീരത്തിൽ എവിടെയാണ് ധുവപാളി കാണപ്പെടുന്നത്? കണ്ണിലാണ്. കണ്ണ്. കുടിക്കാൻ ഉപയോഗിക്കുന്ന മദ്യങ്ങളിൽ കാണുന്ന ആൽക്കഹോൾ. കുടിക്കാൻ ഉപയോഗിക്കുന്ന മദ്യങ്ങളിൽ കാണുന്ന ആൽക്കഹോൾ ഈഥൈൽ ആൽക്കഹോൾ ആണ്. ഈഥൈൽ ആൽക്കഹോൾ. മനുഷ്യ ശരീരത്തിലെ എത്രാമത്തെ അവയവമാണ് മെസൻട്രി? 79. മനുഷ്യ ശരീരത്തിലെ എത്രാമത്തെ അവയവമാണ് മെസൻട്രി? 79. മസ്തിഷ്കത്തിലെ പ്രേരക ന്യൂറോണുകൾക്ക് നാശം സംഭവിക്കുന്നത് കൊണ്ട് ഉണ്ടാകുന്ന രോഗം. മസ്തിഷ്കത്തിലെ പ്രേരക ന്യൂറോണുകൾക്ക് നാശം സംഭവിക്കുന്നത് കൊണ്ടുണ്ടാകുന്ന രോഗമാണ് പാർക്കിൻസൺസ്. പാർക്കിൻസൺസ്. ഇന്ത്യയിൽ താമസിക്കുന്ന എല്ലാവർക്കും ഭരണഘടന ഉറപ്പു നൽകുന്ന മൗലികാവകാശം ഏത്? ഇന്ത്യയിൽ താമസിക്കുന്ന എല്ലാവർക്കും ഭരണഘടന ഉറപ്പു നൽകുന്ന മൗലികാവകാശമാണ് ഭരണഘടനാപരമായ പരിഹാര മാർഗങ്ങൾക്കുള്ള അവകാശം. ഭരണഘടനാപരമായ പരിഹാര മാർഗങ്ങൾക്കുള്ള അവകാശം. ബോംബിക്കോൾ എന്ന ഫിറമോൺ ഉൽപ്പാദിപ്പിക്കുന്ന ജീവി. ബോംബിക്കോൾ. ഫിറമോണിന്റെ പേര് ബോംബിക്കോൾ. ഉൽപ്പാദിപ്പിക്കുന്നത് പട്ടുനൂൽ ശലഭമാണ്. പട്ടുനൂൽ ശലഭം. കേരളത്തിൽ ഉരുൾപൊട്ടലുകൾ ഏറ്റവും വ്യാപകമായി അനുഭവപ്പെടുന്നത് ഏത് ഭൂപ്രകൃതിയിലാണ്? മലനാടാണ്. മലനാട്ടിലാണ് ഉരുൾപൊട്ടലുകൾ ഏറ്റവും വ്യാപകമായിട്ട് അനുഭവപ്പെടുന്നത്.
കണ്ണിലെ ബൈകോൺവെക്സ് ലെൻസിൽ കാണപ്പെടുന്ന പേശികൾ. കണ്ണിലെ ബൈകോൺവെക്സ് ലെൻസിൽ കാണപ്പെടുന്നത് സീലിയറി പേശികളാണ്. സീലിയറി പേശികൾ. കുട്ടികളിലെ പ്രമേഹ രോഗം തടയുന്നതിനായി കേരള സോഷ്യൽ സെക്യൂരിറ്റി മിഷൻ ആവിഷ്കരിച്ച പദ്ധതി. കുട്ടികളിലെ പ്രമേഹ രോഗം തടയുന്നതിനായിട്ട് കേരള സോഷ്യൽ സെക്യൂരിറ്റി മിഷൻ ആവിഷ്കരിച്ച പദ്ധതിയാണ് മിഠായി. പദ്ധതിയുടെ പേര് മിഠായി. MT വാസുദേവൻ നായരുടെ ഏത് നോവലിലെ കഥാപാത്രമാണ് അപ്പുണ്ണി? ആരുടെ നോവലാണ്? MT വാസുദേവൻ നായർ. നോവലിൻ്റെ പേര് നാലുകെട്ട്. MT വാസുദേവൻ നായരുടെ നാലുകെട്ട് എന്ന നോവലിലെ കഥാപാത്രമാണ് അപ്പുണ്ണി. ഇടനാട്ടിൽ പ്രധാനമായിട്ടും കാണപ്പെടുന്ന മണ്ണിനം. ഇടനാട്ടിൽ പ്രധാനമായിട്ടും കാണപ്പെടുന്നത് ലാറ്ററൈറ്റ് മണ്ണാണ്. ലാറ്ററൈറ്റ് മണ്ണ്. ഒളപ്പമണ്ണ എന്ന തൂലികാ നാമത്തിൽ അറിയപ്പെട്ടത്. ഒളപ്പമണ്ണ സുബ്രഹ്മണ്യൻ നമ്പൂതിരിപ്പാടാണ്. സുബ്രഹ്മണ്യൻ നമ്പൂതിരിപ്പാടാണ് ഒളപ്പമണ്ണ എന്ന തൂലികാ നാമത്തിൽ അറിയപ്പെട്ടത്. സിനിക് എന്ന തൂലികാ നാമത്തിൽ അറിയപ്പെട്ടത്. സിനിക് M വാസുദേവൻ നായരാണ്. M വാസുദേവൻ നായർ. മധ്യകർണത്തെ ഗ്രസനിയുമായി ബന്ധിപ്പിക്കുന്ന ഭാഗമേത്? മധ്യകർണത്തെ ഗ്രസനിയുമായിട്ട് ബന്ധിപ്പിക്കുന്നത് യൂസ്റ്റേക്കിയൻ നാളിയാണ്. യൂസ്റ്റേക്കിയൻ നാളി. എനിക്ക് ശേഷം പ്രളയം എന്ന് പറഞ്ഞത് ആരാണ്? എനിക്ക് ശേഷം പ്രളയം എന്ന് പറഞ്ഞത് ലൂയി 15 ലൂയി 15 എനിക്ക് ശേഷം പ്രളയം എന്ന് പറഞ്ഞത്. പ്രേരക ആവേഗങ്ങൾ സുഷുമ്നയിൽ നിന്ന് പുറത്തു പോകുന്നത് ഏതിലൂടെയാണ്? പ്രേരക ആവേഗങ്ങൾ സുഷുമ്നയിൽ നിന്ന് പുറത്തു പോകുന്നത് വെൻട്രൽ റൂട്ടിലൂടെയാണ്. വെൻട്രൽ റൂട്ട്. ഒരു മൃഗത്തിൻ്റെയോ സൂക്ഷ്മ ജീവിയുടെയോ സസ്യത്തിൻ്റെയോ സ്വാഭാവിക ഭവനത്തെ എന്തു പേരിൽ വിളിക്കുന്നു? ഒരു മൃഗത്തിൻ്റെയോ സൂക്ഷ്മജീവിയുടെയോ സസ്യത്തിൻ്റെയോ സ്വാഭാവിക ഭവനത്തെ എന്തു പേരിൽ വിളിക്കുന്നു? ആവാസ കേന്ദ്രം. ആവാസ കേന്ദ്രം. ആറളം വന്യജീവി സങ്കേതത്തിനുള്ളിലായി സ്ഥിതി ചെയ്യുന്ന വെള്ളച്ചാട്ടം. ആറളം വന്യജീവി സങ്കേതത്തിനുള്ളിലായിട്ട് സ്ഥിതി ചെയ്യുന്ന വെള്ളച്ചാട്ടം മീൻമുട്ടിയാണ്. മീൻമുട്ടി. പോളിയോ തുള്ളിമരുന്നിൻ്റെ ഉപജ്ഞാതാവ്. പോളിയോ തുള്ളിമരുന്നിൻ്റെ ഉപജ്ഞാതാവ് ആൽബർട്ട് സാബിനാണ്. ആൽബർട്ട് സാബിൻ. പോളിയോ വാക്സിൻ കണ്ടുപിടിച്ചത് ജോനാസ് സാൽക്ക്. പോളിയോ വാക്സിൻ കണ്ടുപിടിച്ചത് ആരാണ്? ജോനാസ് സാൽക്ക്. ചേസിംഗ് ദ മൺസൂൺ എന്ന പുസ്തകം രചിച്ചത് ആര്? ചേസിംഗ് ദ മൺസൂൺ എന്ന പുസ്തകം രചിച്ചത് അലക്സാണ്ടർ ഫ്രേറ്റർ ആണ്. അലക്സാണ്ടർ ഫ്രേറ്റർ ആണ് ചേസിംഗ് ദ മൺസൂൺ എന്ന പുസ്തകം രചിച്ചത്. വില്യം ബെൻറിക് പ്രഭു ബ്രിട്ടീഷ് ഇന്ത്യയോട് കൂട്ടിച്ചേർത്ത ഏക പ്രദേശം. വില്യം ബെൻറിക് പ്രഭു ബ്രിട്ടീഷ് ഇന്ത്യയോട് കൂട്ടിച്ചേർത്ത ഏക പ്രദേശം കൂർഗാണ്. കൂർഗ്. മാഗ്നറ്റൈറ്റ് ഏതിൻ്റെ അയിരാണ്? മാഗ്നറ്റൈറ്റ്. ഇരുമ്പിൻ്റെ അയിരാണ് മാഗ്നറ്റൈറ്റ്. സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസായ ആദ്യ മലയാളി. സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസായ ആദ്യ മലയാളി KG ബാലകൃഷ്ണനാണ്. KG ബാലകൃഷ്ണൻ. സംസ്ഥാന PSC ചെയർമാനെ നിയമിക്കുന്നത് ആരാണ്? സംസ്ഥാന PSC ചെയർമാനെ നിയമിക്കുന്നത് ഗവർണറാണ്. ഗവർണർ. ആരുടെ കേസ് വാദിക്കാനാണ് ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ പോയത്? ആരുടെ കേസ് വാദിക്കാനാണ് ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ പോയത്? സേട്ട് അബ്ദുള്ള. സേട്ട് അബ്ദുള്ളയുടെ കേസ് വാദിക്കാനായിട്ടാണ് ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ പോയത്. ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ വർത്തമാന പത്രങ്ങളുള്ള സംസ്ഥാനം. ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ വർത്തമാന പത്രങ്ങളുള്ള സംസ്ഥാനം ഉത്തർപ്രദേശാണ്. ഉത്തർപ്രദേശ്. കേരളത്തിൽ സഹ്യന് കുറുകെയുള്ള ഏറ്റവും വലിയ ചുരം ഏതാണ്? കേരളത്തിൽ സഹ്യന് കുറുകെയുള്ള ഏറ്റവും വലിയ ചുരം പാലക്കാട് ചുരമാണ്. പാലക്കാട് ചുരം. എവിടെയാണ് പഞ്ചായത്തി രാജിന് തുടക്കം കുറിച്ചത്? പഞ്ചായത്തി രാജിന് തുടക്കം കുറിച്ചത് രാജസ്ഥാനിലാണ്. രാജസ്ഥാനില് നാഗൂറിലാണ് പഞ്ചായത്തി രാജിന് തുടക്കം കുറിച്ചത്. രാജസ്ഥാനില് നാഗൂറിലാണ് പഞ്ചായത്തി രാജിന് തുടക്കം കുറിച്ചത്. ഉഷ സ്കൂൾ ഓഫ് അത്ലറ്റിക്സ് എവിടെയാണ്? ഉഷ സ്കൂൾ ഓഫ് അത്ലറ്റിക്സ് കിനാലൂരാണ്. കോഴിക്കോട് ജില്ലയില് കിനാലൂരാണ് ഉഷ സ്കൂൾ ഓഫ് അത്ലറ്റിക്സ് സ്ഥിതി ചെയ്യുന്നത്.
ഉക്കായ് പദ്ധതി ഏത് നദിയിലാണ്? പദ്ധതിയുടെ പേര് ഉക്കായ്. താപ്തി നദിയിലാണ്. താപ്തി നദി. റൂർക്കേല സ്റ്റീൽ പ്ലാന്റ് നിർമ്മാണത്തിൽ സഹകരിച്ച രാജ്യം? റൂർക്കേല സ്റ്റീൽ പ്ലാന്റ് നിർമ്മാണത്തിൽ സഹകരിച്ചത് ജർമ്മനിയാണ്. ജർമ്മനി. ഇന്ത്യയിൽ പോർച്ചുഗീസ് സാമ്രാജ്യം സ്ഥാപിച്ചത്? ഇന്ത്യയിൽ പോർച്ചുഗീസ് സാമ്രാജ്യം സ്ഥാപിച്ചത് അൽബുക്കർക്കാണ്. അൽബുക്കർക്ക്. ഭൂമിയുടെ അപരൻ എന്നറിയപ്പെടുന്നത്? ഭൂമിയുടെ അപരൻ ടൈറ്റൻ. ഭൂമിയുടെ അപരൻ ടൈറ്റൻ. ഒളിമ്പിക് മെഡൽ നേടിയ ആദ്യ ഇന്ത്യക്കാരി? ഒളിമ്പിക് മെഡൽ നേടിയ ആദ്യത്തെ ഇന്ത്യക്കാരിയാണ് കർണം മല്ലേശ്വരി. കർണം മല്ലേശ്വരി. രത്നമണികൾ എന്ന കവിതാ സമാഹാരം രചിച്ചത്? രത്നമണികൾ എന്ന കവിതാ സമാഹാരം രചിച്ചത് പൊയ്കയിൽ യോഹന്നാനാണ്. പൊയ്കയിൽ യോഹന്നാൻ. കേരളത്തിലെ ഏറ്റവും വടക്കേ അറ്റത്തെ ബ്ലോക്ക് പഞ്ചായത്ത് ഏതാണ്? കേരളത്തിലെ ഏറ്റവും വടക്കേ അറ്റത്തെ ബ്ലോക്ക് പഞ്ചായത്ത് മഞ്ചേശ്വരമാണ്. മഞ്ചേശ്വരം. കേരളത്തിലെ ഏറ്റവും വടക്കേ അറ്റത്തെ താലൂക്ക് മഞ്ചേശ്വരം. ജേക്വാഡി പദ്ധതി ഏത് നദിയിലാണ്? ജേക്വാഡി പദ്ധതി സ്ഥിതി ചെയ്യുന്നത് ഗോദാവരി നദിയിലാണ്. ഗോദാവരി. അന്താരാഷ്ട്ര ഒളിമ്പിക് ദിനം എന്നാണ്? അന്താരാഷ്ട്ര ഒളിമ്പിക് ദിനം ജൂൺ 23 അന്താരാഷ്ട്ര ഒളിമ്പിക് ദിനം. ബങ്കിംഗ്ഹാം കനാൽ എത്രാമത്തെ ദേശീയ ജലപാതയുടെ ഭാഗമാണ്? ബങ്കിംഗ്ഹാം കനാൽ എത്രാമത്തെ ദേശീയ ജലപാതയുടെ ഭാഗമാണ്? ദേശീയ ജലപാത 4 ഭാഗമാണ് ബങ്കിംഗ്ഹാം കനാൽ. ദേശീയ ജലപാത 4. ഏതുമായി ബന്ധപ്പെട്ട കേസുകളാണ് നാഷണൽ ഗ്രീൻ ട്രൈബ്യൂണൽ കൈകാര്യം ചെയ്യുന്നത്? ഏതുമായിട്ട് ബന്ധപ്പെട്ട കേസുകളാണ് നാഷണൽ ഗ്രീൻ ട്രൈബ്യൂണൽ കൈകാര്യം ചെയ്യുന്നത്? പരിസ്ഥിതിയുമായിട്ട് ബന്ധപ്പെട്ട കേസുകളാണ്. പരിസ്ഥിതി. ഒളിമ്പിക് മെഡൽ നേടിയ ആദ്യ കേരളീയൻ ആരാണ്? ഒളിമ്പിക് മെഡൽ നേടിയ ആദ്യ കേരളീയനാണ് മാനുവൽ ഫെഡറിക്. മാനുവൽ ഫെഡറിക് ആണ് ഒളിമ്പിക് മെഡൽ നേടിയ ആദ്യത്തെ കേരളീയൻ. മാനുവൽ ഫെഡറിക്. കണ്ടൽ വനങ്ങളിൽ സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ ഏകപക്ഷി സങ്കേതം? കണ്ടൽ വനങ്ങളിൽ സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ ഏകപക്ഷി സങ്കേതം മംഗളവനമാണ്. മംഗളവനം. ഹോൾ ഹെറാൾഡ് പ്രക്രിയയിലൂടെ നിർമ്മിക്കുന്നത്? ഹോൾ ഹെറാൾഡ് പ്രക്രിയയിലൂടെ നിർമ്മിക്കുന്നത് അലൂമിനിയമാണ്. അലൂമിനിയം. ഹോൾ ഹെറാൾഡ് പ്രക്രിയയിലൂടെ നിർമ്മിക്കുന്നത് അലൂമിനിയം. ചലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വസ്തു മറ്റൊരു വസ്തുവിൽ ഏൽപ്പിക്കുന്ന ആഘാതം? ചലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വസ്തു മറ്റൊരു വസ്തുവിൽ ഏൽപ്പിക്കുന്ന ആഘാതമാണ് ആക്കം. ജലം ശുദ്ധീകരിക്കാൻ ഉപയോഗിക്കുന്ന സൗരകിരണം? ജലം ശുദ്ധീകരിക്കാൻ ഉപയോഗിക്കുന്ന സൗരകിരണം അൾട്രാ വയലറ്റ് രശ്മിയാണ്. ജലം ശുദ്ധീകരിക്കാൻ ഉപയോഗിക്കുന്ന സൗരകിരണമാണ് അൾട്രാ വയലറ്റ് രശ്മി. ലോഹ നിർമ്മാണ പ്രക്രിയയിൽ നിരോക്സികാരിയായി പ്രവർത്തിക്കുന്ന വാതകമേത്? ലോഹ നിർമ്മാണ പ്രക്രിയയിൽ നിരോക്സികാരിയായിട്ട് പ്രവർത്തിക്കുന്ന വാതകമാണ് കാർബൺ മോണോക്സൈഡ്. കാർബൺ മോണോക്സൈഡ്. തീവ്രപ്രകാശത്തിൽ കണ്ണിലെ കൃഷ്ണമണിക്ക് എന്ത് മാറ്റം സംഭവിക്കുന്നു? തീവ്രപ്രകാശത്തിൽ കണ്ണിലെ കൃഷ്ണമണി ചുരുങ്ങുകയാണ് ചെയ്യുന്നത്. തീവ്രപ്രകാശത്തിൽ കണ്ണിലെ കൃഷ്ണമണി ചുരുങ്ങുന്നു. മഴ ലഭ്യതയ്ക്ക് പ്രസിദ്ധമായ മോ സിൻഡ്രോം ഏത് മലനിരകളിലാണ്? മഴ ലഭ്യതയ്ക്ക് പ്രസിദ്ധമായ മോ സിൻഡ്രോം ഏത് മലനിരകളിലാണ്? ഖാസി മലനിരകളിലാണ്. ഖാസി മലനിരകൾ. മസ്തിഷ്കത്തിലെ പ്രത്യേക ഗാംഗ്ലിയോണുകളുടെ നാശം കാരണമുണ്ടാകുന്ന രോഗം? മസ്തിഷ്കത്തിലെ പ്രത്യേക ഗാംഗ്ലിയോണുകളുടെ നാശം കാരണമുണ്ടാകുന്ന രോഗമാണ് പാർക്കിൻസൺസ് രോഗം. പാർക്കിൻസൺസ് രോഗം. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ ആദ്യ വനിതാ സത്യാഗ്രഹി എന്നറിയപ്പെടുന്നത്? ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ ആദ്യത്തെ വനിതാ സത്യാഗ്രഹി സുഭദ്ര കുമാരി ചൗഹാൻ ആണ്. സുഭദ്ര കുമാരി ചൗഹാൻ. ഇന്ത്യൻ ദേശീയ പതാക നിർമ്മിക്കുന്നതിന് വ്യവസ്ഥ ചെയ്തിട്ടുള്ള മാനക അളവുകളുടെ എണ്ണം? ഇന്ത്യൻ ദേശീയ പതാക നിർമ്മിക്കുന്നതിന് വ്യവസ്ഥ ചെയ്തിട്ടുള്ള മാനക അളവുകളുടെ എണ്ണം 9 ആണ്. 9. 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് പ്രകാരം അവശിഷ്ട അധികാരങ്ങൾ ആരിലാണ് നിക്ഷിപ്തമാക്കിയിരിക്കുന്നത്?
1935 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് പ്രകാരം അവശിഷ്ടാധികാരങ്ങൾ നിക്ഷിപ്തമാക്കിയിരുന്നത് ഗവർണർ ജനറലാണ്. ഗവർണർ ജനറൽ. ലൂസിഫർ എന്നറിയപ്പെടുന്ന ഗ്രഹം. ലൂസിഫർ. ശുക്രനാണ് ലൂസിഫർ എന്നറിയപ്പെടുന്ന ഗ്രഹം. ശുക്രൻ. വ്യവസായ വിപ്ലവ കാലത്ത് മുഖ്യ ഊർജ സ്രോതസ് ആയിരുന്നത്. വ്യവസായ വിപ്ലവ സമയത്ത്, വിപ്ലവകാലത്ത് മുഖ്യ ഊർജ സ്രോതസ്സായിരുന്നത് കൽക്കരിയാണ്. കൽക്കരി. കാൽസിട്ടോണിൻ എന്ന ഹോർമോൺ ഉൽപ്പാദിപ്പിക്കുന്ന ഗ്രന്ഥി. ഹോർമോണിൻ്റെ പേര് കാൽസിട്ടോണിൻ. ഉൽപ്പാദിപ്പിക്കുന്നത് തൈറോയിഡ് ഗ്രന്ഥിയാണ്. തൈറോയിഡ് ഗ്രന്ഥി. ജനഗണമനയുടെ പൂർണ്ണ രൂപത്തിന് എത്ര ചരണങ്ങളാണുള്ളത്? ജനഗണമനയുടെ പൂർണ്ണ രൂപത്തിന് എത്ര ചരണങ്ങളാണുള്ളത്? 5 ചരണങ്ങൾ. ദേശീയ ജലപാത 2 കടന്നു പോകുന്ന സംസ്ഥാനം. ദേശീയ ജലപാത 2 കടന്നു പോകുന്നത് ആസാമാണ്. ആസാം. നെഹ്റു ക്യാബിനറ്റിൽ വ്യവസായ മന്ത്രിയായിരുന്ന ഹിന്ദു മഹാസഭ നേതാവ്. നെഹ്റു ക്യാബിനറ്റിൽ വ്യവസായ മന്ത്രിയായിരുന്ന ഹിന്ദു മഹാസഭ നേതാവ് ശ്യാമ പ്രസാദ് മുഖർജിയാണ്. ശ്യാമ പ്രസാദ് മുഖർജി. വെള്ളായണി ഹ്രസ്വ ഏതിൻ്റെ ഇനമാണ്? വെള്ളായണി ഹ്രസ്വ മരച്ചീനിയുടെ ഇനമാണ് വെള്ളായണി ഹ്രസ്വ. ഡ്രൈവർ, പൈലറ്റ് തുടങ്ങിയ ജോലികൾക്ക് തിരഞ്ഞെടുക്കപ്പെടുന്നതിന് അയോഗ്യതയ്ക്ക് കാരണമാകുന്ന നേത്രരോഗം. വർണ്ണാന്ധത അല്ലെങ്കിൽ കളർ ബ്ലൈൻഡ്നെസ് ആണ് ഡ്രൈവർ, പൈലറ്റ് തുടങ്ങിയ ജോലികൾക്ക് തിരഞ്ഞെടുക്കപ്പെടുന്നതിന് അയോഗ്യതയ്ക്ക് കാരണമാകുന്ന നേത്രരോഗം, വർണ്ണാന്ധത. ലോക പ്രമേഹ ദിനത്തിൻ്റെ ലോഗോ. ലോക പ്രമേഹ ദിനത്തിൻ്റെ ലോഗോ നീലവൃത്തമാണ്. നീലവൃത്തം എന്തിൻ്റെ ലോഗോയാണ്? ലോക പ്രമേഹ ദിനത്തിൻ്റെ ലോഗോയാണ്. ചലച്ചിത്രമാക്കപ്പെട്ട ആദ്യ മലയാള നോവൽ ഏതാണ്? ചലച്ചിത്രമാക്കപ്പെട്ട ആദ്യത്തെ മലയാള നോവലാണ് മാർത്താണ്ഡവർമ്മ. ചലച്ചിത്രമാക്കപ്പെട്ട ആദ്യ മലയാള നോവൽ മാർത്താണ്ഡവർമ്മ. ദേശീയ ജലപാത 1ൻ്റെ നീളം എത്ര കിലോമീറ്ററാണ്? ദേശീയ ജലപാത 1ൻ്റെ നീളം എത്ര കിലോമീറ്ററാണ്? 1620 കിലോമീറ്ററാണ്. 1620 കിലോമീറ്ററാണ് ദേശീയ ജലപാത 1ൻ്റെ നീളം. ആഹാരത്തിലൂടെ ശരീരത്തിൻ്റെ കേടുപാടുകൾ തീർക്കുന്ന പോഷക ഘടകം. ആഹാരത്തിലൂടെ ശരീരത്തിൻ്റെ കേടുപാടുകൾ തീർക്കുന്ന പോഷക ഘടകം പ്രോട്ടീനാണ്. പ്രോട്ടീൻ. യാതന അനുഭവിക്കുന്ന വിഭാഗത്തിലെ കുട്ടികൾക്കായി ആർപ്പുക്കരയ്ക്ക് സമീപം വിദ്യാലയം ആരംഭിച്ചത് ആരാണ്? യാതന അനുഭവിക്കുന്ന വിഭാഗത്തിലെ കുട്ടികൾക്കായിട്ട് ആർപ്പുക്കരയ്ക്ക് സമീപം വിദ്യാലയം ആരംഭിച്ചത് കുര്യാക്കോസ് ഏലിയാസ് ചാവറയാണ്. കുര്യാക്കോസ് ഏലിയാസ് ചാവറ. രാജ്യത്തെ ആദ്യത്തെ എയ്ഡ്സ് സാക്ഷരതാ ജില്ല. രാജ്യത്തെ ആദ്യത്തെ എയ്ഡ്സ് സാക്ഷരതാ ജില്ല പാലക്കാടാണ്. പാലക്കാട്. റബ്ബർ പാൽ ഉൽപാദനം വർദ്ധിപ്പിക്കാൻ സഹായകമായ ഹോർമോൺ എത്തിലിൻ ആണ്. എത്തിലിൻ. റബ്ബർ പാൽ ഉൽപാദനം വർദ്ധിപ്പിക്കാൻ സഹായകമായ ഹോർമോൺ എത്തിലിൻ. ഏത് ഇന്ത്യൻ സംസ്ഥാനത്താണ് ഫ്ലാമിംഗോ ഫെസ്റ്റിവൽ നടക്കുന്നത്? ഫ്ലാമിംഗോ ഫെസ്റ്റിവൽ നടക്കുന്നത് ആന്ധ്രാപ്രദേശിലാണ്. ആന്ധ്രാപ്രദേശ്. ഏത് വിറ്റാമിനാണ് വിറ്റാമിൻ എച്ച്, കോ എൻസൈം ആർ എന്നിങ്ങനെയും അറിയപ്പെടുന്നത്? വിറ്റാമിൻ എച്ച് എന്നറിയപ്പെടുന്ന വിറ്റാമിൻ, അതുപോലെ കോ എൻസൈം ആർ എന്നറിയപ്പെടുന്ന വിറ്റാമിൻ ഏതാണ്? വിറ്റാമിൻ B7 ആണ്. വിറ്റാമിൻ B7 ആണ് വിറ്റാമിൻ എച്ച് എന്നും കോ എൻസൈം ആർ എന്നും അറിയപ്പെടുന്നത്. വിറ്റാമിൻ B7. വാർലി എന്ന ഗോത്രവിഭാഗം ഏത് സംസ്ഥാനത്താണ്? വാർലി എന്ന ഗോത്രവിഭാഗം മഹാരാഷ്ട്രയിലാണ്. മഹാരാഷ്ട്ര. ജലം നിറച്ചു വെച്ചിരിക്കുന്ന ഗ്ലാസിൻ്റെ അടിയിൽ വെച്ചിരിക്കുന്ന നാണയം അല്പം ഉയർന്നു നിൽക്കുന്നതായി തോന്നാൻ കാരണം? ജലം നിറച്ചു വെച്ചിരിക്കുന്ന ഗ്ലാസിൻ്റെ അടിയിലിരിക്കുന്ന നാണയം അല്പം ഉയർന്നു നിൽക്കുന്നതായിട്ട് തോന്നാൻ കാരണം അപവർത്തനമാണ്. അപവർത്തനം. കേരള സോക്രട്ടീസ് എന്നറിയപ്പെട്ട പ്രശസ്ത പത്രപ്രവർത്തകൻ? കേരള സോക്രട്ടീസ് കേസരി ബാലകൃഷ്ണ പിള്ള. ക്ലോറോഫോം വായുവിൽ തുറന്നു വയ്ക്കുമ്പോൾ വിഘടിച്ചുണ്ടാകുന്ന വിഷവസ്തു ഫോസ്റ്റിൻ ആണ്. ഫോസ്റ്റിൻ. ക്ലോറോഫോം വായുവിൽ തുറന്നു വയ്ക്കുമ്പോൾ വിഘടിച്ചുണ്ടാകുന്ന വിഷവസ്തുവാണ് ഫോസ്റ്റിൻ. കോട്ടുകോണം ഏത് വിളയുടെ ഇനമാണ്? കോട്ടുകോണം മാവിൻ്റെ ഇനമാണ്. മാവ്.
ഈ ക്ലാസ്സിലെ അവസാനത്തെ ചോദ്യമാണ്. വയലാർ അവാർഡ് ജേതാക്കൾക്ക് നൽകി വരുന്ന ശില്പം രൂപകൽപ്പന ചെയ്തത് ആരാണ്? കാനായി കുഞ്ഞിരാമനാണ് വയലാർ അവാർഡ് ജേതാക്കൾക്ക് നൽകി വരുന്ന ശില്പം രൂപകൽപ്പന ചെയ്തത്. കൂടുതൽ പ്രധാനപ്പെട്ട ചോദ്യങ്ങളുമായി അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക്